നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പോലീസും എക്സൈസും ലഹരി മാഫിയായിക്കെതിരെ വേട്ട ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ലഹരി പ്രതിജ്ഞകളും ലഹരി വേട്ടയും ശക്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം കേരള പര്യടനം ലഹരിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ചാനലിൻ്റെ ഈ പര്യടനത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട്. അത് ചാനലിൻ്റെ ജനസമ്പർക്ക പരിപാടിയാണെന്ന് ചിലർ, ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി നടത്തുന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് വേറൊരു കൂട്ടർ. ചാനൽ മാനേജ്മെൻറ്റിൻ്റെ മനസ്സിലിരിപ്പ് എന്തുമാകട്ടെ, അത് പൊതുസമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലഹരി എന്ന മാരക വിപത്തിനെതിരെയുള്ള കുരിശുയുദ്ധമായി അത് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യവും എല്ലാവരും അംഗീകരിച്ചില്ലെങ്കിലും സത്യമാണ്. ലഹരിക്കെതിരെ ചാനൽ രംഗത്ത് വന്നതുകൊണ്ട് കുറഞ്ഞത് 2 പ്രയോജനങ്ങളെങ്കിലും ഉണ്ടായി. ഒന്നാമത്തേത്, ഒരു സാമൂഹിക ബോധവൽക്കരണം സാധ്യമായി. എല്ലാവർക്കും അറിയാമെങ്കിലും അതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ചാനലിന് സാധിച്ചു. ചാനൽ രംഗത്ത് വന്നതുകൊണ്ടുണ്ടായ രണ്ടാമത്തെ പ്രയോജനം, സർക്കാരിനെയും രാഷ്ട്രീയ നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ലഹരിയുടെ വർദ്ധിച്ച ഉപയോഗവും അതുണ്ടാക്കുന്ന വലിയ കഷ്ടനഷ്ടങ്ങളും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കുറ്റകൃത്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കാൻ സർക്കാരിനോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ പൊതുപ്രവർത്തകർക്കോ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഒന്നും കണ്ടില്ല, അറിഞ്ഞില്ല എന്ന മട്ടിൽ കഴിഞ്ഞിരുന്ന പല നേതാക്കന്മാരുടെയും ഉറക്കം നഷ്ടപ്പെടാൻ ഈ ചാനൽ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നത് അറിയാമായിരുന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കിയ നേതാക്കന്മാരുണ്ട്, ഒത്താശ ചെയ്തു കൊടുത്തവരുണ്ട്. അങ്ങനെ ചെയ്യുക വഴി ലഹരി മാഫിയായിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റിയവരുമുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മദ്യവിരുദ്ധ പ്രസ്ഥാനം നടത്തുന്ന ബോധവൽക്കരണ പരിപാടി പോലെയോ സമരം പോലെയോ നിസ്സാരമായ കാര്യമല്ല. സകല മനുഷ്യരും അറിയുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇത് മാറി. സർക്കാർ സമ്മർദ്ദത്തിലായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വാർത്ത. പോലീസും എക്സൈസും ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഉണരാതെ, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ചലിക്കില്ല എന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സർക്കാർ രംഗത്ത് വരാൻ നിർബന്ധിതരായത് അധികം അകലെയല്ലാതെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മദ്യം വിറ്റ് ഭരണം നടത്തുന്ന സർക്കാരിന് എളുപ്പമുള്ള കാര്യമല്ല ലഹരി വേട്ടയ്ക്ക് ഇറങ്ങുക എന്നുള്ളത്. എങ്കിലും അത് ചെയ്യാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ശക്തിയായി ലഹരിക്കെതിരെ രംഗത്ത് വരുന്നത് എന്ന ചോദ്യത്തിന് ചാനലുകൾക്കോ മാധ്യമങ്ങൾക്കോ മദ്യലോബികളിൽ നിന്നോ മയക്കുമരുന്ന് മാഫിയായിൽ നിന്നോ ഒരു ആനുകൂല്യവും പരസ്യത്തിൻ്റെ രൂപത്തിൽ പോലും കിട്ടാനിടയില്ല എന്നുള്ളത് കൊണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾ പക്ഷേ അങ്ങനെയല്ല. അവർക്ക് പല രൂപത്തിൽ ഇവരുടെ സഹായം നേടിയെടുക്കാനുള്ള അവസരവും സാധ്യതയുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മദ്യവും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും അപ്രത്യക്ഷമാകണമെങ്കിൽ സർക്കാർ മാത്രം ശ്രമിച്ചാൽ പോരാ. മാധ്യമങ്ങൾ ഇടപെട്ടാലും 100% ഫലപ്രാപ്തിയിലേക്ക് എത്തിയെന്ന് വരില്ല. അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കുടുംബങ്ങൾ ഇപ്പോഴും
ഇക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മദ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. കുടുംബങ്ങളെ ഏത് സമുദായത്തിൻ്റേതാകട്ടെ മതത്തിൽപ്പെട്ടതാകട്ടെ എല്ലാ ചടങ്ങുകൾക്കും മദ്യം വിളമ്പുന്ന രീതി സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നുള്ളതാണ്. ഒരു ഭക്ഷണശീലമായിട്ട് മദ്യസേവ മാറി എന്നുള്ളത് കൊണ്ടാണ് കൈവിട്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയത്. അതുകൊണ്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാരും മത ആചാര്യന്മാരുമെല്ലാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് ലഹരിയെ പടിയിറക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി കർശനമായ നിർദ്ദേശങ്ങളും കഠിനമായ പ്രയത്നങ്ങളും വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാവൂ. കുടുംബങ്ങളിലെ എല്ലാ ചടങ്ങുകളിലും, അത് ബർത്ത്ഡേ ആകട്ടെ, മരണമാകട്ടെ, മരണാനന്തര ചടങ്ങുകളാകട്ടെ, വിവാഹമാകട്ടെ, അതിൻ്റെ ഒരുക്കങ്ങളാകട്ടെ, എല്ലാം മദ്യസേവയുമായി ബന്ധപ്പെട്ടവയാണ്. കുടുംബത്തിലാകുമ്പോൾ മുതിർന്നവരുണ്ട്, യുവജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരെയും അത് സ്വാധീനിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ബാറിൽ പോയി കഴിക്കുന്നത് പോലെയല്ല, ഷാപ്പിൽ കുടിക്കാൻ പോകുന്നത് പോലെയല്ല. ഇത് അനുവദനീയമാണ്, കുഴപ്പമില്ലാത്തതാണ് എന്ന ചിന്ത അത് ഉപയോഗിക്കുന്നവരിലും കൊടുക്കുന്നവരിലും ഉണ്ടാകുന്നതിന് ഇടവരുന്നു. അതുകൊണ്ട് കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. കുടുംബക്ഷേമ സെമിനാറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലുറപ്പിക്കുന്ന ബോധവൽക്കരണം ഏറെ സഹായകമായി തീരും. അതൊന്നും ചെയ്യാതെ പ്രതിജ്ഞകളും പത്രവാർത്തകളുമായി മുന്നോട്ട് പോയാൽ നാടിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.